ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും IO എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. IO റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസുകൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയ് 2 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. ആരും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളാണ് ഏത് രീതിയിൽ ഇത് പഠിച്ചു തുടങ്ങണം, എങ്ങനെ ക്രാക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ സബ്ജക്റ്റിലുള്ള, അതായത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള സബ്ജക്റ്റുകളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ഒരു അനാലിസിസ് നൽകാൻ പോവാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൂടുതൽ ബെനിഫിറ്റ് ആകാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ സബ്ജക്റ്റിനെ കുറിച്ചാണ്. അപ്പൊ ഇലക്ട്രിക്കൽ അല്ലാത്ത കുട്ടികൾക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുക. കാരണം ഇലക്ട്രിക്കൽ പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതും അതിലെ ഡിഫിക്കൽട്ടീസ് എന്താണെന്നുള്ളതും പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. എന്നാൽ ഇലക്ട്രിക്കൽ സബ്ജക്റ്റ് അല്ലാത്ത, ഇപ്പൊ സിവിൽ ഉള്ള ഒരാൾ, അയാൾക്ക് തോന്നുകയാണ് ഇലക്ട്രിക്കൽ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉള്ള ഒരാൾക്ക് എങ്ങനെ ഇലക്ട്രിക്കൽ പഠിക്കണം, അതിലെ ഡിഫിക്കൽട്ടീസ് എന്താണ്, എങ്ങനെ ആ ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ സിലബസിലേക്ക് ഒന്ന് നോക്കി നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഞാൻ ഇത് കഴിഞ്ഞ വർഷത്തെ IO സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ IO സിലബസിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് സിലബസിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇലക്ട്രിക് സർക്യൂട്ട്, അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതേപോലെ തന്നെ ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്ന 3 ടോപ്പിക്കുകളാണ് ആദ്യമായിട്ടുള്ളത്. ഇത് മാത്രമല്ല ഇനി ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഈ 3 ടോപ്പിക്കുകൾ ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം, ഇതിൽ നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ശരിക്കും നിങ്ങൾ ഓൾറെഡി പല എക്സാംസുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ +1 +2 കാലഘട്ടത്തിൽ വരെ പഠിച്ച ടോപ്പിക്കാണ് അല്ലേ. ക്രിർച്ചോഫിന്റെ കറന്റ് ലോ, വോൾട്ടേജ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ മാഗ്നറ്റിക് സർക്യൂട്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, MMF, ഫീൽഡ് സ്ട്രെങ്ത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇത് ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളല്ലെങ്കിലും കിർച്ചോഫ് ലോ ഒന്നും അറിയാത്ത ഒരാളും എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കൃത്യമായിട്ട് കിർച്ചോഫ് ലോസ് ഒക്കെ പഠിച്ചുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾ +2 കഴിഞ്ഞിട്ടുണ്ടാവുക. അതേപോലെ ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, ഇതൊക്കെ കുറെ കൂടി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസുകൾ തന്നെയായിരിക്കും. സോ ഇലക്ട്രിക് സർക്യൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇലക്ട്രിക്കലിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുക. ഇലക്ട്രിക് സർക്യൂട്ടിനെ ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ സബ്ജക്റ്റിന്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാലല്ലേ അതിൽ നമുക്ക് കൂടുതൽ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കാൻ കഴിയുള്ളൂ അല്ലേ. അപ്പൊ ആദ്യം നിങ്ങൾ സേഫൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ഈ ഒരു ടോപ്പിക്കാണ്, ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പൊ അത് കഴിഞ്ഞാൽ നേരെ ചാടിക്കറി നമ്മളൊരു ഡിഫിക്കൽട്ട് ടോപ്പിക്കിലേക്ക് അല്ല പോകേണ്ടത്. ഇനി കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഒരു സയന്റിസ്റ്റിന്റെ പേര് വരുന്നുണ്ടാവും അല്ലേ, ഫാരഡേ. അതെ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. വെനെവർ magnetic flux linked with the coil changes an EMF is induced in it എന്നുള്ളത് അല്ലേ. ആ ഒരു തിയറി ഒക്കെ ബേസ്ഡ് ആയിട്ട് ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഒക്കെ തീർച്ചയായിട്ടും അതും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12th സ്റ്റാൻഡേർഡ് ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ് EMF, ഡൈനാമിക്കലി ഇൻഡ്യൂസ് EMF, സെൽഫ് ഇൻഡക്ടൻസ്, മ്യൂച്വൽ ഇൻഡക്ടൻസ്, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്, ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ്. കാരണം ഇത് 12th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിൽ സബ്ജക്റ്റിൽ വരുന്നുണ്ട്. ചാപ്റ്ററിന്റെ പേര് എനിക്ക് തോന്നുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഫണ്ടമെന്റൽസ് അഥവാ AC ഫണ്ടമെന്റൽസ് ആണ്. ഈ AC ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്കും കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുറച്ചൊക്കെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ വരും തീർച്ചയായിട്ടും ഇലക്ട്രിക്കൽ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ സർക്യൂട്ട്സ് എന്നാണെങ്കിലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ വരാം, ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്നാണെങ്കിലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ വരാം. കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ വരുന്നുള്ളത് ഇലക്ട്രിക്കലിന്റെ ഒരു ഡിഫിക്കൽട്ടി ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഡിഫിക്കൽട്ടി ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് ഓവർകം ചെയ്ത് വരാവുന്നതേ ഉള്ളൂ. കാരണം ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ എല്ലാവരും +1 +2 ഫിസിക്സ് നന്നായിട്ട് ബേസ് ഉള്ള ആളുകൾ തന്നെയായിരിക്കും. ഫിസിക്സും മാത്സും ബേസ് ഉള്ള ആളുകളാണല്ലോ ഈ എഞ്ചിനീയറിംഗ് സബ്ജക്ട് ചൂസ് ചെയ്യുക. അന്ന് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ച പല കാര്യങ്ങളും ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡെപ്ത് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു 3 മൊഡ്യൂൾസിൽ നമ്മൾ ഇലക്ട്രിക്കൽ പഠിക്കുന്നുണ്ടാവുക. അപ്പൊ ഇലക്ട്രിക്കലിൽ ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി മറ്റ് ബ്രാഞ്ചസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും ഈ 3 മൊഡ്യൂൾസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും, അത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് തന്നെയായിരിക്കും. ഇനി നമ്മൾ അടുത്ത 3 മൊഡ്യൂൾസിലേക്ക് വരികയാണെങ്കിൽ 3 ഫേസ് സിസ്റ്റം, ജനറേഷൻ ഓഫ് പവർ, ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 മൊഡ്യൂൾസുകൾ വരുന്നുണ്ട്.
ശരി, ഈ 3 മൊഡ്യൂൾസുകൾ ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം കോർ സബ്ജക്റ്റുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ എസ്പെഷ്യലി മെഷീൻസും പവർ സിസ്റ്റവും. പക്ഷേ ഈ പവർ സിസ്റ്റത്തിൽ ജനറേഷൻ ഓഫ് പവറിൽ എന്താണ് ഫണ്ടമെന്റൽ ആയിട്ട് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ മാത്രമേ പറയുന്നുള്ളൂ. അത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പവർ സ്റ്റേഷൻസിനെ കുറിച്ച് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. എനിവേ 3-phase സിസ്റ്റം ആണെങ്കിലും ശരി, ഇലക്ട്രിക്കൽ മെഷീൻസ് ആണെങ്കിലും ശരി, നിങ്ങൾക്ക് അത്രത്തോളം ബേസ് വരാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും കുറച്ചൊക്കെ ഫണ്ടമെന്റൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജനറേഷൻ ഓഫ് 3-phase സിസ്റ്റം വോൾട്ടേജ്, അതുപോലെ അതിന്റെ അഡ്വാൻറ്റേജ് ഓഫ് 3-phase സിസ്റ്റം, സ്റ്റാർ ഡെൽറ്റ കൺവേർഷന്. ഈ ഒരു സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജ്, ലൈൻ ആൻഡ് ഫേസ് കറണ്ട്. ഇത് 3-phase സിസ്റ്റം നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെയും കുറച്ചുകൂടി ഡിഫിക്കൽട്ട്, നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഡിഫിക്കൽട്ട് സബ്ജക്റ്റുകളും ഈസി സബ്ജക്റ്റുകളും ഒന്ന് കമ്പയർ ചെയ്ത് കിട്ടാൻ വേണ്ടി, അതൊക്കെ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ മെഷീൻസിലേക്ക് വരികയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ഫേസ് 3-phase ട്രാൻസ്ഫോമേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ DC ജനറേറ്റർ ആൻഡ് മോട്ടോർ വരുന്നുണ്ട്, AC ജനറേറ്റർ ആൻഡ് മോട്ടോർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മെഷീൻസിൽ ഇപ്പോൾ ഒരു സിംഗിൾ വേർഡ് DC ജനറേറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു സിംഗിൾ വേർഡിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ വർക്കിംഗ്, അതിന്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട്, ക്ലാസിഫിക്കേഷൻ, അതൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അത് ഓരോ മെഷീൻസിൽ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. ട്രാൻസ്ഫോമറിലാണെങ്കിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ഇവിടെ ഈ ഒരു മൊഡ്യൂൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങളെ എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ട് മാറാൻ പോകുന്നത്. പക്ഷെ കോൺഫിഡന്റ് ആയിട്ട്, ഞാൻ പറഞ്ഞ പോലെ ബേസ് ഒക്കെ സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രിക് സർക്യൂട്ട്സും അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ നിങ്ങൾ സ്ട്രോങ് ആക്കി വന്നു കഴിഞ്ഞാൽ മെഷീൻസിലേക്ക് കടക്കുമ്പോൾ അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രാക്കിലേക്ക് കയറാൻ പറ്റും. സോ ഇതാണ് മറ്റു ബ്രാഞ്ചസുകാർക്ക് എനിക്കൊരു ഇലക്ട്രിക്കൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് അല്ല, വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ട്രാക്കിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഈ എക്സാമിൽ വരാൻ സാധ്യതയുള്ള ഇലക്ട്രിക്കലുള്ള ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വീഡിയോസിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ്, അതായത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഇതിൽ കൃത്യമായ ഗൈഡൻസോട് കൂടി, ടീച്ചേഴ്സിന്റെ ഗൈഡൻസോട് കൂടി പഠിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻട്രിയുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ബാച്ച് നമ്മൾ IOക്ക് വേണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി നമ്മൾ പുതിയ ഗോൾഡ് ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റുഡൻസ് ഫില്ല് ആയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പുതിയ ഗോൾഡ് ബാച്ച് ഉടനെ ആരംഭിക്കുന്നത്. സോ ഈ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അതേപോലെ തന്നെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ഡേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.